9 വർഷം കേരളം ഭരിച്ചിട്ട് ലഹരി മാഫിയയുടെ വേറിറക്കാൻ അദ്ദേഹത്തിന് കഴിയാത്ത എന്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു? ഇവിടെ SFI എന്ന് പറയുന്ന സംഘടന കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളും ലഹരി വ്യാപനവും തടയാൻ എന്തുകൊണ്ട് പാർട്ടി ശ്രമിക്കുന്നില്ല, പോലീസ് ശ്രമിക്കുന്നില്ല? എന്നിട്ടും ആ SFI അതേപോലെ മുന്നോട്ട് പോയാൽ മതി, ഒരു തിരുത്തലും നടത്തണ്ട എന്ന് പറയുന്ന മുഖ്യമന്ത്രി അല്ലേ ഇവർക്ക് പ്രോത്സാഹനം നൽകുന്നത്? അതുകൊണ്ട് കേരളത്തിൽ ലഹരി അവസാനിക്കണമെങ്കിൽ SFI എന്ന് പറയുന്ന സംഘടനയെ പിരിച്ചുവിടേണ്ടി വരും. കേരളത്തിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന, വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്ന, കലാലയങ്ങളിലും ക്യാമ്പസുകളിലും അക്രമങ്ങളും അതോടൊപ്പം തന്നെ തല്ലും ഒക്കെ ഉണ്ടാക്കുന്നവരാണ്. സിദ്ധാർത്ഥൻ്റെ കൊലപാതകം ആരാണ് നേതൃത്വം കൊടുത്തത്? ആരാണ് ആ കേസിലെ പ്രതികൾ മുഴുവൻ SFIക്കാരല്ലേ? കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ് ആരാണ് ഉത്തരവാദി? SFI അല്ലേ? ഇന്നലെ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു, ആരാണ് പ്രതികൾ? SFIക്കാരല്ലേ? തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അവിടെ കാര്യവട്ടത്ത് അവിടെ റാഗിങ് നടന്നു, ആരാണ് ഉത്തരവാദി? SFI അല്ലേ? ഇങ്ങനെ ഒരു സംഘടന ലക്കിൽ ലഗാനുമില്ലാതെ പ്രവർത്തിക്കുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ മയക്കുമരുന്ന് മാഫിയ ആയി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഗവൺമെൻറ്റിനും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അടിയന്തരമായി ഈ സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഈ പറയുന്ന പോലെ 2 കിലോ കഞ്ചാവ് പിടിച്ചത് KSU പ്രവർത്തകരുടെ കയ്യിൽ നിന്നാണ് ഇന്നലെ SFIയുടെ സംസ്ഥാന അതാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ 2 കിലോ കഞ്ചാവ് ആരുടെ കയ്യിൽ നിന്നാണ് പിടിച്ചതെന്ന്. അപ്പോൾ നേരെ ആരോപണം ഇങ്ങോട്ട് ഉന്നയിക്കുകയാണ്. ഞാൻ ഈ സൂചിപ്പിച്ച ഏതെങ്കിലും റാഗിങ് കേസിൽ KSUക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ അന്ന് അവരെ പിരിച്ചുവിടും ഇതിനകത്തിൽ നിന്ന്. ഞങ്ങൾ അന്ന് സംഘടനയെ പുറത്താക്കും. ഇത്രയും സിദ്ധാർത്ഥൻ്റെ കൊലപാതകം നടത്തിയ ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ? കോട്ടയം ഗവൺമെൻറ് കോളേജിൽ നടത്തിയ റാഗിങ്ങിൽപ്പെട്ടവരെ പുറത്താക്കിയോ? കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന റാഗിങ് നടത്തിയവരെ പുറത്താക്കിയോ? ഇതെല്ലാം ലഹരി ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ്. അവരെ എല്ലാം സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടിയും മുഖ്യമന്ത്രിയും സ്വീകരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ലഹരി മാഫിയ അതിശക്തമായി പ്രവർത്തിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ കാണുന്നത് ശരിയാണ്? രാഷ്ട്രീയം തന്നെയാണിത്. ഇതാരാണ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയട്ടെ. ഇത് കേരളത്തിൽ വ്യാപകമായി പൊളിറ്റിക്കൽ പേട്രണേജ് ഉള്ളത് കൊണ്ടാണ് ഇത് നടക്കുന്നത്. ഇത് രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയ സംരക്ഷണം കിട്ടുന്നത് കൊണ്ടാണ് ഇന്ന് ഈ മാഫിയ കേരളത്തിൽ തഴച്ച് വളരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ഏറ്റവും ശക്തമായ നടപടി കൊള്ള പലിശക്കാർക്കെതിരെ നടത്തി. അടിച്ചമർത്താൻ കഴിഞ്ഞില്ലേ? കേരള പോലീസ് വിചാരിച്ചാൽ 24 മണി. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്.